ചങ്ങായിമാർ നമ്മളെ ജയശങ്കറിനില്ലേ, ശങ്കരൻ വക്കീല് സംഖ്യയാണെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഇടില്ല, അതിന്റെ അടിയിൽ ചില കമന്റുകൾ വരും. അയ്യോ ശങ്കരൻ വക്കീൽ സംഖ്യയല്ല, ശങ്കരൻ വക്കീൽ ഉണ്ടല്ല ഒരു നിഷ്പക്ഷ നിരീക്ഷകനാണെന്നും പറഞ്ഞിട്ട്. അത്ര നിഷ്കളങ്കരുടെ കണ്ണ് തുറപ്പിക്കാനുള്ളതാണ് ഈ വീഡിയോ കേട്ടാ. ഈ ശങ്കരൻ വക്കീലല്ല നമ്മളെ നാട്ടിലുള്ള സംഖ്യകളില്ലേ, സംഖ്യകളെക്കാളും എത്രമാത്രം വർഗീയവാദിയാണെന്ന് ഈ വീഡിയോ കാണുമ്പോഴല്ല ആ നിഷ്കളങ്കർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അയാളെ പറ്റി നിങ്ങൾ ശരിക്കൊന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാലുള്ള അയാളുടെ ഏറ്റവും കൂടുതൽ CPM ആയിരിക്കും വിമർശിക്കുക, അതിനുശേഷമുള്ള കോൺഗ്രസിനാ. അല്ലാതെ അയാള് മോഡിക്കെതിരെയോ അമിത്ഷാക്കെതിരെയോ ഇതുവരെ എന്തെങ്കിലും ഒരു വർത്തമാനം പറഞ്ഞതായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടുണ്ടാവില്ല, ആരും കേട്ടിട്ടുണ്ടാവില്ല. കാരണം നമ്മളെ ശങ്കരൻ വക്കീലുണ്ടല്ല അവർക്കെതിരെ ഒരു വാക്ക്, എന്തിന് അര വാക്ക് പോലും ഇതുവരെ സംസാരിച്ചിട്ടില്ല. പക്ഷെ കിട്ടുന്ന സമയത്തൊക്കെ ഉണ്ടല്ല അവരെ സുഖിപ്പിച്ചുകൊണ്ട്, അവരെ നല്ലോണം സുഖിപ്പിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ ഈ ശങ്കരൻ വക്കീലുണ്ടല്ല ഇതുവരെ വർത്തമാനം പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പിന്നെ പറയാം. ആദ്യം തന്നെ നമുക്കുണ്ടല്ല നമ്മളെ ശങ്കരൻ വക്കീലുണ്ടല്ല ഗുജറാത്ത് കലാപുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യാ മോനെ അതൊന്ന് കേട്ടിട്ട് വരാം. അത് കേട്ട് കഴിയുമ്പോഴല്ല നമ്മൾ നിഷ്കളങ്കരല്ലേ അവർക്കൊക്കെ ഇടില്ല ശങ്കരൻ വക്കീൽ എന്താണെന്നും ഏതാണ് ഇന്നെന്നും കൃത്യമായിട്ട് മനസ്സിലാകും. നമ്മുടെ എമ്പുരാൻ സിനിമയൊക്കെ ഇറങ്ങിയ സമയത്ത് ഇത് വലിയ രീതിയിൽ ചർച്ചയായി ഗോത്ര കലാപം. ജെൻസി പിള്ളേരുടെ ഇടയിൽ കൂടി ഇത് ഇച്ചിരി കൂടി ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു ത്വര ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് സാറിന്റെ എന്തായാലും ഒരു സ്ഥിരം പ്രേക്ഷകരുണ്ട്, അവർക്ക് വേണ്ടി സാറ് മനസ്സിലാക്കുന്ന ഗോത്ര കലാപം കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് RSS ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണോ, അതോ ഇവർ പറയുന്നത് ഈ RSS പറയുന്ന പോലെ ഈ RSSകാർ സംഘചാലകർ വരുന്ന വണ്ടിക്ക് മുസ്ലിം സമുദായം തീയിട്ടിട്ട് അങ്ങനെ ഉണ്ടായതാണോ? സാറ് പഠിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ സത്യസന്ധമായിട്ട് മുസ്ലിങ്ങൾ കത്തിച്ചതിന് ഒരു സംശയമില്ല, അല്ലാതെ മറ്റൊരു ആസൂത്രണം ചെയ്തല്ല. എല്ലാരും കേട്ടല്ലോ നമ്മളെ ശങ്കരൻ വക്കീലുണ്ടല്ലോ ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതാണ് അത് മുസ്ലിങ്ങൾ കത്തിച്ചാന്ന് ഒറ്റയടിക്ക് പറഞ്ഞത്. അതായത് നമ്മളല്ല സംഘികളോട് ഈ കാര്യം ചോദിക്കുമ്പോഴല്ല, സംഘികൾ പോലും ഒന്നുമില്ലെങ്കിലുണ്ടല്ല ഒരു 5 സെക്കൻഡ് ആലോചിക്കും. പക്ഷെ നമ്മളെ ശങ്കരൻ വക്കീലുണ്ടല്ല ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെയാണ് അത് മുസ്ലിങ്ങളാണ് കത്തിച്ചെന്ന് ഒറ്റയടിക്ക് പറഞ്ഞത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോ ഇനിയിപ്പോ ആ നിഷ്കളങ്കർക്കൊക്കെ ഉണ്ടല്ല ഇയാൾ എത്രമാത്രം നിഷ്പക്ഷനായ നിരീക്ഷകനാണെന്ന് ഏറെക്കുറെ മനസ്സിലായല്ലോ. ഇനി നമുക്കുള്ള ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് RSSന്റെ നേതാവ് ആരെങ്കിലാണോ പറയുന്നത്. വേറെ ആരും അല്ലാട്ട് അത് പറയുന്നത് നമ്മളെ നിഷ്പക്ഷ നിരീക്ഷകനായ ശങ്കരൻ വക്കീൽ തന്നെയാണ് അതും പറയുന്നത്. മറ്റൊരു ആസൂത്രണം ചെയ്തല്ല. ഇതിൽ വരുന്ന ആളുകൾ അത് എങ്ങനെ വെച്ചാല് ഈ ഗോത്ര മുമ്പ് തന്നെ വർഗീയ സംഘർഷത്തിന് കുപ്രസിദ്ധമായ ഗോത്രയുടെ ചരിത്രം, ഗോത്ര മാത്രമല്ല ഗുജറാത്തിലെ പല സ്ഥലങ്ങളും ഇതുപോലെ പ്രത്യേകിച്ച് പട്ടണങ്ങൾ, ചെറിയ പട്ടണങ്ങൾ ഈ സാമുദായിക സംഘർഷത്തിന് കുപ്രസിദ്ധി നേടിയതാണ്. അതിന് സാമുദായികവും വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്, ഇവിടെ പറയാൻ തുടങ്ങിയാൽ തീരൂല. അവിടെ ഈ ഗോത്രയിൽ ഈ പ്രശ്നം നേരത്തെ ഉണ്ട്. അവിടെ വെച്ച് എന്താ പറ്റുക വെച്ചാൽ ഈ സ്വയം സേവകർ കർസേവകർ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇത് സ്റ്റേഷനിൽ വെച്ചല്ല കത്തിക്കുന്നത്, സ്റ്റേഷനിൽ വന്നപ്പോഴല്ല കത്തിക്കുന്നത്. സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെയുള്ള ലോക്കലായിട്ടുള്ള കച്ചവടക്കാരെ കൊണ്ടു എന്തോ കച്ചറ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഇവർ ട്രെയിനിൽ തിരിച്ചു കയറി, ട്രെയിൻ വിട്ടു. അപ്പോൾ ഇവിടുന്ന് വിവരം അപ്പുറത്തേക്ക് അറിയിച്ചു. അവിടെ സിഗ്നൽ ഫാലിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുമ്പോൾ മറ്റവർ ചങ്ങല പിടിച്ച് വണ്ടി നിർത്തിയിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുക. അങ്ങനെ ഇത്ര പേര് കത്തിവരിച്ചു. എന്താ മോനെ കഥ. അന്നത്തെ കേന്ദ്ര അന്വേഷണ കമ്മീഷൻ പറഞ്ഞ കാര്യമുണ്ടല്ല സത്യമായ കാര്യം അത് മൊത്തം തിരുത്തിക്കൊണ്ട് നമ്മുടെ മൂത്തജിയുടെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കിയ അന്വേഷണ കമ്മീഷനില്ലേ, ആ അന്വേഷണ കമ്മീഷൻ പറഞ്ഞ പച്ചക്കള്ളം ഉണ്ടല്ല, ആ പച്ചക്കള്ളം നമ്മൾ ശങ്കരൻ വക്കീലുണ്ടല്ല അതുപോലെ വള്ളി പുള്ളി തെറ്റാതെയാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഈ ശങ്കരൻ വക്കീൽ പറഞ്ഞ കഥയുണ്ടല്ല അന്നുണ്ടല്ല ഹിന്ദുക്കൾ പോലും നിഷേധിച്ച കാര്യമാണ്. ആ കഥയാണ് നമ്മൾ ശങ്കരൻ വക്കീൽ ഒരു ഉളുപ്പില്ലാണ്ട് ഇപ്പൊ വന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഏറ്റവും വലിയ കോമഡി എന്നറിയാം, ഈ ശങ്കരൻ വക്കീലുണ്ടല്ല പണ്ട് CPI അംഗമായിരുന്നപ്പോ എന്താ പറഞ്ഞറിയാം, ഈ ട്രെയിൻ കത്തിച്ചിട്ടുണ്ടല്ല സംഘപരിവാർ സംഘികളാണെന്നാണ് ശങ്കരൻ വക്കീൽ അന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മളെ ശങ്കരൻ വക്കീലുണ്ടല്ല CPI എന്നൊക്കെ മാറിയിട്ട് ചെറുതായി ചാണകക്കുണ്ടിൽ വീണല്ല, ഇപ്പൊ ചാണകക്കുണ്ടിൽ വീണപ്പോഴല്ല ഒറ്റ മാറ്റിപ്പറച്ചില്, അതായത് ആ പ്ലേറ്റ് ഒറ്റ മറിക്കല്. എന്നിട്ട് ഇപ്പം പറയുന്നത് മുസ്ലിങ്ങളാണ് ആ ട്രെയിൻ കത്തിച്ചത്. എന്താണ് ശങ്കരൻ വക്കീലെ, ഇതിനാണോ നിങ്ങൾ നിലപാട് എന്ന് പറയാ? ഈ നിലപാടിന് നമ്മളെ നാട്ടിൽ എന്താ പറയാന്നറിയാം, നാണവുമാനും ഉളുപ്പില്ലാത്തവരെ നിലപാട് എന്നാണ് നമ്മൾ ഇതിന് പറയാ. ഇനി ഞാൻ നിങ്ങൾ കണ്ടില്ല നമ്മുടെ ജിയുടെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കിയ അന്വേഷണ കമ്മീഷനല്ലേ, ആ കമ്മീഷൻ തന്നെ പറഞ്ഞ ഒരു കാര്യം കേൾപ്പിച്ചു തരാം. ഗുജറാത്ത് കലാപ സമയത്ത് ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ തന്നെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഫോറൻസിക് സയൻസ് ലാബോറട്ടറി അന്വേഷണം നടത്തി സ്ഥിരീകരിച്ച റിപ്പോർട്ടും മുസ്ലിങ്ങൾ തീവെച്ചു എന്ന സംഘി കള്ളക്കഥയെ നിഷേധിക്കുന്നതാണ്. ഈ സത്യം പറഞ്ഞ ടീമിനുണ്ടല്ല അപ്പം തന്നെ നമ്മളെ ജീവനില്ല അങ്ങ് മാറ്റിയിട്ട് പുതിയ ടീമിനെ അങ്ങ് അപ്പോയിന്റ് ചെയ്തു. ആ പുതിയ ടീമിനെ പറയുന്ന പോലെ പറയുന്ന പച്ചക്കള്ളല്ലേ പിന്നെ പറയൂ. ഇനി ഞാൻ നിങ്ങൾക്കിട്ടില്ല അന്നത്തെ കേന്ദ്ര അന്വേഷണ കമ്മീഷനല്ലേ അത് കണ്ടെത്തിയ കുറച്ച് വിവരങ്ങൾ പറഞ്ഞുതരാം. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച UC ബാനർജി കമ്മീഷൻ റിപ്പോർട്ടും മുസ്ലിം ഭീകരാക്രമണം എന്ന ആരോപണത്തിനെ നിഷേധിക്കുന്നു. സംവരണ വിഷയവുമായി ബന്ധപ്പെട്ട് ഗുജറാത്ത് BJP സർക്കാരുമായി ഉടക്കിയ പട്ടേൽ സമുദായ നേതാക്കളും പത്രസമ്മേളനം വിളിച്ചു പരസ്യമായി വെളിപ്പെടുത്തിയത് ഗോത്ര സംഘികളുടെ നാടകമായിരുന്നു എന്ന് തന്നെയാണ്.
വാജ്പേയിയുടെ മരുമകളും ദീർഘകാല BJP നേതാവുമായിരുന്ന കരുണ ശുക്ല പരസ്യമായി LTTV-യിലൂടെ വെളിപ്പെടുത്തുകയും ഗോദ്രയിലെ മുസ്ലിം ഭീകരാക്രമണം സംഘപരിവാർ നാടകമായിരുന്നത് തന്നെയാണ്. ഗോദ്ര തീപിടുത്തത്തിന് പിന്നിൽ മുസ്ലിം തീവ്രവാദികളാണെന്ന് സിദ്ധാന്തം പ്രചരിപ്പിച്ചത് മോദി സർക്കാരിന്റെ ശുപാർശയിൽ ഡൽഹി കമ്മീഷണറായിരുന്ന രാകേഷ് അസ്താനയാണെന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞത് ഗുജറാത്ത് പോലീസിന്റെ ഏറ്റവും ഉയർന്ന പദവിയായ DGP ആയിരുന്ന RB ശ്രീകുമാർ ആയിരുന്നു. കണ്ടല്ലോ, ഇതൊക്കെയാണെന്ന് സത്യമായി നടന്ന കാര്യങ്ങൾ. ഇത്രയൊക്കെ സത്യങ്ങളുണ്ടല്ലോ, ഇത്രയൊക്കെ സത്യങ്ങൾ അന്ന് പുറത്തു വന്നിട്ടും ഇതൊന്നും അല്ല അവിടെ സംഭവിച്ചത്. നമ്മളെ ഉണ്ടാക്കിയ അന്വേഷണ കമ്മീഷനല്ലേ അത് അവര് പറഞ്ഞ പച്ചക്കള്ളുണ്ടല്ലോ, ആ പച്ചക്കള്ളാണ് അവിടെ സത്യമായത്. ഒന്നും വേണ്ട, ഇതിൽ ജിയുടെ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയ ഒന്നാം പ്രതിയിലെ മുഖ്യ സൂത്രധാരൻ ആ ചങ്ങായിണ്ടല്ല വെറുതെ വിട്ട് അത് മാത്രം നോക്കിയാൽ പോരെ. അതായത് മുഖ്യ സൂത്രധാരനെതിരെ ഒരു തെളിവുമില്ല, ബാക്കിയുള്ള ആൾക്കാർക്കെതിരെയൊക്കെ ഉണ്ടല്ല തെളിവുണ്ട്. എന്താ കഥ? ഇനി നമുക്കിട്ടല്ല നമ്മളെ ചങ്കരം വക്കീൽ പറഞ്ഞ അവസാനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്, അത് കൂടി കേട്ടിട്ട് വരാം. കലാപം ഉണ്ടാക്കുന്ന ആളുടെ ഉദ്ദേശം അറിയുമോ? ബോഡിയെ താഴെ ഇറക്കുന്നത്. കലാപം സത്യത്തിൽ മുസ്ലിങ്ങൾക്ക് മാത്രമേ എതിരല്ല, മുസ്ലിങ്ങളെ മുൻനിർത്തിക്കൊണ്ട് കലാപം ഉണ്ടാക്കി ബോഡിയെ താഴെ ഇറക്കാനാണ്. ബോഡി കലാപം തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു. ഇപ്പൊ ആരെങ്കിലും പറഞ്ഞു ചോദിച്ചു. കാരണം കലാപം പടർന്നു പിടിച്ചാൽ ബോഡിയുടെ കസേര പോകുന്ന ബോഡിക്കകത്തുണ്ട്. എന്റെ ചങ്കരം വക്കീല് ഈ പച്ചക്കള്ളം പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് പൊട്ടനാകുന്നതാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അറിഞ്ഞുകൊണ്ട് പോലും ഇതുപോലെ പൊട്ടനാകല എന്റെ ചങ്കരം വക്കീല്. അതായത് എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടുന്നെന്ന് വെച്ചിട്ട് ഇമാതിരി പച്ചക്കള്ളുണ്ടല്ല, ഒരു ഉളുപ്പ് നാണവും അല്ലാണ്ട് ഇങ്ങനെ പറയില്ല ചങ്കരം വക്കീല്. ആ ഒരു കലാപം കൊണ്ട് ജീക്കുണ്ടല്ല, ജീക്ക് ഒരു ഉപകാരം ഇല്ല എന്ന് പറയുമ്പോ എന്റെ ചങ്കരം വക്കീല് ആ ഒരു കലാപം കൊണ്ട് മാത്രമാണ് നമ്മുടെ ജി ഉണ്ടല്ല പ്രധാന ജി ആയിട്ട് ഇരിക്കുന്നുള്ള കാര്യമുണ്ടല്ല, ചങ്കരം വക്കീൽ മറന്നു പോകല കേട്ടാ. അങ്ങനെ ഒരു കലാപം അന്ന് നടന്നിട്ടില്ലെങ്കിൽ ജി എവിടെയും എത്തില്ലാന്ന് ജിക്കും അറിയാം, നമ്മളപ്പോൾ എല്ലാവർക്കും അറിയാം. എന്തിന്? ചങ്കരം വക്കീലിന് പോലും അറിയാം. പക്ഷെ ചങ്കരം വക്കീലുണ്ടല്ലോ അതൊക്കെ സംഖ്യകളെ സുഖിപ്പിക്കാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് അറിയാത്ത പോലെ കളിക്കുന്നു. അതുകൊണ്ട് ചങ്കരം വക്കീല് നിങ്ങൾ സ്വയം പൊട്ടനായിക്കോ, എത്ര വലിയ പൊട്ടനായിക്കോ, പക്ഷെ മറ്റുള്ളവരെ പൊട്ടനാക്കാൻ നോക്കണ്ട കേട്ടാ. അപ്പൊ ഇത്രയും കേട്ടപ്പോ എല്ലാവർക്കും ചങ്കരനിപ്പോ തെങ്ങുമല്ല, ചങ്കരനിപ്പോ ചാണകക്കൊണ്ടില്ലാന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ ചങ്കരം വക്കീലിന്റെ കഥയുണ്ടല്ല, ചങ്കരം വക്കീൽ ചാണകമായി എന്നുള്ള കഥ തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുന്നു. അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.